അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ ഇല്ലേ, ഈ ഒരു റമദാനില്ലേ എനിക്ക് ഓരോ സാധനങ്ങളില്ലേ ഇങ്ങനെ പണി മുടക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആദ്യം വാഷ് മെഷീൻ, ഇപ്പോൾ ഇതാ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആട്ടാ. അങ്ങനെ അത് നന്നാക്കേണ്ട ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വിളിച്ചുകൊണ്ട് നിൽക്കുന്നു, ഇവരെ കിട്ടുന്നില്ലേനും. ഇപ്പോൾ ഭയങ്കര AC-ൻ്റെ ആ ഒരു പണികളിലുണ്ട് തന്നെ, ഇവർക്കൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഫ്രിഡ്ജ് നമ്മൾ എന്താ പറയണ്ടേ, ഫ്രീസർ തണുപ്പുണ്ട്, താഴത്തെ സെക്ഷൻ തണുപ്പില്ല, ബത്തക്ക പാല് എല്ലാം കേടായി പോകുന്നു. അപ്പം വരുമ്പം ഒക്കെ അങ്ങനെയാണല്ലോ എല്ലാം ഒരുമിച്ചിങ്ങ് പോരുമല്ലോ, കണ്ടൊക്കെ ശനി കൊണ്ടേ പോകുന്നതാണല്ലോ. അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ ഗ്യാസ് അടിക്കണമെന്ന് പറയുന്നുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ അവർ ഫ്രിഡ്ജൊക്കെ ഒന്ന് സെറ്റാക്കി തന്ന് പോയി. ഇവിടെ ഇതാ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ ആൾക്കാരല്ല, ഇതാ നല്ലോണം കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നത്. ഇവർ എഴുന്നേൽക്കുന്ന കാത്തായില്ല, എൻ്റെ കിച്ചണിൽ പണിയെല്ലാം ബാക്കിയാവട്ടെ. അപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. അവർ വന്നുകൊണ്ട് തന്നെ കുറച്ച് ക്ലീനിങ് എല്ലാം ആയി, കുറച്ച് ലേറ്റായി. അപ്പോൾ ഈസി മെനു ആട്ടെ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ 2 പാത്രത്തിൽ ചിക്കൻ എടുത്തതെന്ന് പറഞ്ഞാൽ ഒന്ന് ബോൺലെസ്സും ഒന്ന് ബോണോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ. അതൊന്ന് മാഗ്നേറ്റ് ചെയ്യണം. പിന്നെ ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഉള്ളിക്ക് ഡബിളായിട്ട് തക്കാളി എടുക്കണം. ഒരു ഉള്ളിയാണെങ്കിൽ 2 തക്കാളി, അതാ എൻ്റെ ഒരു മെഷറിങ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ കുറച്ച് പാസ്ത വേവിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ഒന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല. കുറേ ദിവസമായിട്ട് എണ്ണക്കടിയിട്ട് ഇങ്ങനെ കളിക്കുന്നു. വൈകുന്നേരം നോമ്പോർന്ന് ഉടനെ തന്നെ ഇവിടുത്തെ എൻ്റെ മക്കൾക്കല്ലോ എന്താണ് ജ്യൂസും ഫ്രൂട്ട്സും അന്നും കഴിക്കാൻ ഭയങ്കര മടിയാണ്. ജ്യൂസ് കഴിക്കും, അതിനോടൊപ്പം എണ്ണക്കടിയാണ് വേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും എണ്ണക്കടി കൊടുക്കില്ല. അപ്പം ഞാൻ അങ്ങനെ എണ്ണക്കടി ഇല്ലാണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു മെനു ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചിക്കനിലേക്ക് രണ്ടിലും ഒരേ മാഗ്നറ്റേഷനാണ്, പക്ഷേ ഒന്ന് ബോൺലെസ് ഒന്ന് ബോണോട് കൂടി, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. രണ്ടിലും ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് അതിനുശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ തൈരുണ്ടല്ലോ, കട്ടത്തൈര്, അതും ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ ഇതിൽ വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ കുറേ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം തൊളിക്കാനായിട്ട് എനിക്കിപ്പോൾ നല്ല മടിയുണ്ട്. റമദാനെല്ലാം ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രിഡ്ജിൽ സ്റ്റോക്കും കഴിഞ്ഞിട്ടുണ്ട്, പൊളിച്ച് വെച്ചതല്ലോ. അപ്പോൾ ബീഫെല്ലാണ് കുറച്ചധികം ക്വാണ്ടിറ്റി വേണം. ഇതിലിപ്പോൾ ചേർത്ത് കൊടുത്താൽ നല്ല തന്നെയാണ് കേട്ടോ, ടേസ്റ്റ് വൈസ് നല്ലത് തന്നെയാണ്. പക്ഷേ ഞാൻ മടിഞ്ഞിട്ട് ഇന്നിട്ടിട്ടില്ല. എന്തായാലും ഉള്ളിൽ വഴറ്റുന്ന സമയത്ത് ഇട്ട് കൊടുക്കാമെന്നുള്ളതിൽ ഇതിലങ്ങ് മൈനസ് ചെയ്ത്, അങ്ങനെ ഓരോ സ്റ്റെപ്പ് നമ്മളെന്താ എല്ലപ്പോഴും ഒരേപോലെ തന്നെയല്ലേ, ഒരു മാറ്റമൊക്കെ വേണ്ടേ. ഇന്ന് ഇത്ര മതി എന്നുള്ളത്. ഒന്നാമത് ഞാൻ രാവിലത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആ ഒരു ഫ്രിഡ്ജിന് റിപ്പയറിൻ്റെ ആൾ വന്നത്. അപ്പോൾ പിന്നെ കുറേ സമയം അങ്ങനെ അങ്ങ് പോയി. പിന്നെ അവർ പോയതിന് ശേഷം വീണ്ടും ക്ലീൻ ചെയ്ത്, അങ്ങനെ ഇന്ന് മൊത്തത്തിൽ പണിയാകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഈസി റെസിപ്പിയും ചെയ്തെടുക്കാം. എനിക്ക് ഒട്ടും വയ്യ. പിന്നെ അങ്ങനെയാണ് ചിലപ്പോൾ വയ്യാണ്ടല്ലായാലും ഞാൻ ചെയ്യുന്ന എളുപ്പപ്പണി ഇതാണ്. വെളുത്തുള്ളി ഇഞ്ചിയുടെ അളവും കുറച്ചളിയും, ആർക്കും മനസ്സിലാവൊന്നുമില്ല, നമ്മളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്നും ആരടുത്ത് പറഞ്ഞു കൊടുക്കണ്ട. അങ്ങനെ പിന്നെന്താണ്, പഴം നിറച്ച എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് പഴം. അപ്പോൾ ഇപ്പോൾ എപ്പോഴും ഒരു പഴത്തിൻ്റെ റെസിപ്പി ഉണ്ടാവും. ഒന്നിക്കുണ്ടെങ്കിൽ എന്താണ് കൈപ്പോള, അല്ലെങ്കിൽ ഉന്നക്കായി, അല്ലെങ്കിൽ പഴം നിറച്ചത്, അല്ലെങ്കിൽ എന്തപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മളെ പഴത്തിൻ്റെ മറന്ന് ആ ഒരു ഐറ്റം കൂടി ഉണ്ടേ, അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പഴം നിറച്ചത് ഇന്ന് ഞാൻ എന്താണ്, ഇന്ന് മടിയാന്ന് പറഞ്ഞല്ലോ, ഓൾറെഡി എനിക്ക് മടിയായിട്ടാണ് കിച്ചണിൽ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്ന് പഴം പിന്നെ സാധാരണ ആവി കയറ്റിയതിന് ശേഷം ഞാൻ പഴം നിറക്കൽ ഭയങ്കര ടേസ്റ്റായിട്ട്, ആ ഉള്ളിലേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാകും. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമില്ല. എന്തായാലും എനിക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഓയിൽ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, 2 ടൈപ്പ് ചിക്കനും ഫ്രൈ ചെയ്യണമല്ലോ. അതുകൊണ്ട് ആ ഓയിൽ ഫസ്റ്റ് പഴം പൊരിച്ച് മാറ്റി വെച്ച് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ട് ഇപ്പുറത്ത് വട്ടിട്ടിട്ട് ആ ഉള്ളി വഴറ്റാൻ വെച്ചിട്ടുണ്ട്. സെൻട്രൽ അടുപ്പിൽ ഞാൻ കുറച്ച് പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 സ്റ്റൗവിൽ സാധനങ്ങൾ സെറ്റായി നിൽക്കുന്നുണ്ട്. ഇനി ഓരോന്നോരോന്ന് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഇതിലേക്ക് കുറച്ച് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, ഇതില്ലെങ്കിൽ പണി പാടും, ടേസ്റ്റ് മാറും. അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്ത്, പിന്നെ ഞാൻ നല്ലപോലെ തക്കാളി തൊലി കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. തൊലി കളഞ്ഞിട്ട് ചേർത്താലൊരു പ്രശ്നം അല്ല, ഗുണം എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, വെറുതെ അരിപ്പ് കഴുകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എന്താണ് എളുപ്പത്തിനും കഴിയും. ഈ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി അരിച്ചെടുക്കൽ എനിക്ക് വല്ലാത്ത മടിയാണ്. അതുകൊണ്ട് തന്നെ മിക്സിയിൽ നല്ലപോലെ അരിഞ്ഞ് കിട്ടും, പിന്നെ അത് അരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പുറത്തെ സ്റ്റൗവിൽ നമ്മളിങ്ങനെ ഓരോ ബാച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയും ചിക്കന് ഞാൻ ഫുള്ള് ബട്ടർ ചിക്കൻ വേണ്ടിയിട്ടല്ല, കുറച്ച് ലോഡഡ് ഫ്രൈസ്, ബട്ടർ ചിക്കൻ പാസ്ത, ബട്ടർ ചിക്കൻ വിത്ത് ചപ്പാത്തി, ഇതാണ് ഇന്നത്തെ മെനു എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽത്തി അല്ലേ, ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റംസും ഇന്നില്ല. അങ്ങനെ നമ്മൾ ബോണോട് കൂടിയിട്ടുള്ള ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ കുറച്ചേ ഉള്ളൂ, കുഴപ്പമില്ല, വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് അതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തേൽ ഞാൻ കുറച്ച് കാഷ്യൂസും ആൽമണ്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം എൻ്റെ അടുത്ത് ഫ്രഷ് ക്രീം ഇല്ല, അതുകൊണ്ടാണ്. ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു സ്കിപ്പ് നമുക്ക് ഒഴിവാക്കാം.
ആ ഒരു സ്റ്റേജ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഒക്കെ തലതിരിഞ്ഞിട്ടാണ് പറയുകയും ചെയ്യുന്നത്, സോറി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഓലിവ് ഓയിൽ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. ടൈറ്റ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 സ്പൂൺ ആ ഒരു പാല് തിളപ്പിച്ച ഒരു വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക. തണിഞ്ഞാൽ അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇപ്പുറത്ത് നല്ലപോലെ ചപ്പാത്തി മാവ് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒറ്റ ചപ്പാത്തി അല്ല, ഒരു പ്രാവശ്യം മാത്രമേ പരത്തി എടുക്കുന്നുള്ളൂ, മടക്ക ചപ്പാത്തി ഒന്നുമല്ല. പിന്നെ ഈ ഒരു ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ഒരാൾ കിച്ചൺ എല്ലാ ജോലിയും ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ. കുറച്ചുണ്ടാക്കിയാലും കൂടുതൽ ഉണ്ടാക്കിയാലും നമുക്ക് ക്ലീനിങ് എല്ലാം ഒരേപോലെ തന്നെ കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഉള്ളിയൊക്കെ ഞാൻ മിക്സിയിൽ അരക്കാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചതിന് ശേഷം ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ചും കൂടിയും ബട്ടർ ഇട്ടിട്ട് ഞാൻ ഇതിലാണ് കേട്ടോ മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത്, ഇത്രയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ എരിവിന് ആവശ്യമായി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഇത് കാശ്മീർ ചില്ലിയാണ്. കാരണം എന്താ വെച്ചാൽ ഇല്ലേ, ഇതിൽ ഞാൻ ചേർക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളി വറ്റുന്ന ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. ആ ഒരു സമയത്ത് ചേർത്താതിരുന്നത് നമ്മുടെ മിക്സിയുടെ ആ ഒരു എന്താ പറയുക മൂടിയുടെ സൈഡിലെല്ലാം ഇങ്ങനെ മഞ്ഞളുടെ ഉപയോഗം കൂടുമ്പോൾ മഞ്ഞ കളറായി പോകുമല്ലോ. അപ്പോൾ ഞാൻ മാക്സിമം മിക്സിയിൽ മഞ്ഞൾപ്പൊടി ഇടാതെ അരക്കാനുള്ള സൂത്രപ്പണികൾ നോക്കും. കാരണം എന്താ വെച്ചാൽ മിക്സി പെട്ടെന്നായിരിക്കും നമ്മുടെ ആ ഒരു ബ്ലാക്ക് കളറിലേക്ക് പോകുന്നുണ്ടാവുക. ഇതിപ്പോൾ എൻ്റെ ബ്ലാക്ക് കളറാണ് മൂടി, എന്നാൽ പോലും എനിക്ക് അത്രയ്ക്ക് എന്താണ് വൃത്തിയാക്കി എടുക്കാൻ പാടാണ് മഞ്ഞൾ മുളകെല്ലാം ഇട്ട് അരച്ചാൽ. അതുകൊണ്ട് ഇത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ബട്ടറിൽ ആ ഒരു പൊടികളെല്ലാം ചൂടായി വന്നാൽ ഈ അരച്ച മസാല അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ നമ്മൾ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി റെഡിയായി. കസൂരി മേത്തി നല്ല പോലെ കൈകൊണ്ട് ക്രഷ് ചെയ്ത് അതും അങ്ങ് ചേർത്ത് കൊടുത്തായില്ലേ, അടിപൊളി ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പകുതി പോർഷൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് എന്തിനാണ് പാസ്തയും കൂടി മിക്സ് ചെയ്ത് എടുക്കണമല്ലോ. അപ്പോൾ ഈസി മെത്തഡല്ലേ ചെയ്തിരിക്കുന്നത്. ഒരു ബട്ടർ ചിക്കൻ വെച്ചിട്ടുണ്ട് 2 സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് മോൺലെസ് ചിക്കനിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് നമുക്ക് ലോഡഡ് ഫ്രൈസിനും ആവശ്യമുണ്ട് ആ ഒരു ചിക്കന്. അങ്ങനെ ഇതൊന്നിട്ട് പിന്നെ മൊസറല്ല ചീസ് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് മിക്സ് ചെയ്താൽ നമ്മുടെ ഈ ഒരു പാസ്ത ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. പിന്നെ കഴിഞ്ഞ് എളുപ്പമാണ്, കുറേ സമയം പരത്തണ്ട, ഒന്നും ചെയ്യണ്ട. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്നും ഒരുവിധം കുട്ടികൾക്കെല്ലാം ബട്ടർ ചിക്കൻ ഇഷ്ടമായിരിക്കും. എരിവെല്ലാം നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളി വറ്റുന്ന സമയത്ത് 2 പച്ചമുളക് ഞാൻ ഇട്ടിരുന്നു. കാരണം ഓൾറെഡി എൻ്റെ കയ്യിലുള്ളത് കാശ്മീർ ചില്ലി അത്യാവശ്യം എന്താ പറയുക അതിന് കളറുണ്ടാവും, പക്ഷേ എരിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മളെ കയ്യിൽ എരിവുള്ള മുളക് പൊടി ഉള്ളെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് നമ്മൾ വറ്റുന്ന സമയത്ത് കുറക്കുക. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ബട്ടർ ചിക്കൻ പാസ്ത റെഡിയായി. ഇപ്പുറത്ത് ബട്ടർ ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് നമുക്ക് ആ ഒരു എല്ലോട് കൂടി പൊരിച്ച ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ഇപ്പുറം നമ്മളെ കറിയും റെഡിയായി. ഇനിയിപ്പോൾ എന്താ, നോമ്പുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഓരോ ബൗളിൽ ആ പാസ്ത ഇട്ട് കൊടുത്താൽ അവരങ്ങ് കഴിച്ചോളും. പിന്നെ ചപ്പാത്തിൻ്റെ ഒപ്പം ഇതും ആയാൽ നാസ്തയും റെഡിയായി. ഇനി വേണമെങ്കിൽ ചോറുണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ തന്നെ ചോറൊന്നുമില്ല, കാരണം എന്തുണ്ടാക്കിയാലും ബാക്കിയാണ്. അപ്പോൾ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോള് കുറേ ദിവസമായി നോമ്പെടുത്തിട്ട് പറയുന്നു ഉമ്മ കുറച്ച് ലോഡഡ് ഫ്രൈസ് വേണമെന്നുള്ള. അപ്പോൾ പിന്നെ അതങ്ങ് സെറ്റാക്കി കൊടുക്കാമെന്ന് വെച്ചു. ഇതിപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ. പിന്നെ അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത് സാധാരണ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം, മയണൈസ് ഒഴിച്ച് കൊടുക്കാം, അതും ഈസിയല്ലേ. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു മയണൈസ്, ഇത് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഒരു 30 രൂപയുടെ പാല് വാങ്ങിച്ചാൽ സംഭവം കഴിഞ്ഞ് എളുപ്പത്തിലുമാണ്. പിന്നെ എന്താണ് കുറേ ഓയിൽ വാരി വലിച്ചൊഴിക്കണ്ട. അപ്പോൾ ഈ ഒരു മയണൈസിലേക്ക് നമ്മൾ എന്താ ചേർത്ത് കൊടുത്തതെന്ന് വെച്ചാൽ റെഡ് ചില്ലി സോസ് ആട്ടോ. അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഫ്രഞ്ച് ഫ്രൈസും അതൊക്കെ ചേർത്ത് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലോഡഡ് ഫ്രൈസാണ്. അങ്ങനെ നമ്മളിപ്പോൾ ട്രയൽ സെറ്റ് ചെയ്തൊന്നും എടുക്കുന്നില്ല. നമുക്കിപ്പോൾ നോമ്പ് സമയത്ത് കഴിക്കണം, അത്രയേ ഉള്ളൂ. കുട്ടികൾക്കൊരു സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ വളരെ കുറച്ച് അളവിലേ ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് തണിഞ്ഞിട്ട് കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഈ ചൂടോടുകൂടി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ലാസ്റ്റാട്ടോ നമ്മൾ ലോഡഡ് ഫ്രൈസ് സെറ്റാക്കി എടുത്തത്. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ടേബിൾ സെറ്റ് ചെയ്യണം, ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഏകദേശം കിച്ചൺ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഇന്നത്തെ കാര്യവും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ദിവസവും ആകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലൊരു റമദാനായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന.